ഉണ്ടാക്കാൻ പോകുന്നത് വീണ്ടും ഒരു പുഡിംഗ് ആണ്. ഒരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പുഡിംഗ് എന്ന് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരനിരകൾ തിന്നുന്ന നാടാണ് നമ്മുടെ കേരളം. അപ്പൊ ആ കേരളത്തിൻ്റെതായിട്ടുള്ള കരിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മള് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിന്റെ സ്വന്തം പുഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കരിക്ക് എന്ന് പറഞ്ഞാൽ. കരിക്കിന്റെ വെള്ളം കുടിക്കാനാണെങ്കിലും കരിക്ക് കഴിക്കാനാണെങ്കിലും ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ ടേസ്റ്റിയാണ് നമ്മുടെ കരിക്ക് പുഡിംഗ്. അപ്പോൾ നിങ്ങൾ ഈ കരിക്ക് പുഡിംഗ് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും കരിക്ക് പുഡിങ്ങിന്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഈ കരിക്ക് പുഡിംഗ് കഴിച്ചിട്ടില്ലാത്ത ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിക്കുക. ഇടയ്ക്ക് നിങ്ങൾക്ക് കരിക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അത് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം ജോലിയില്ല, ഏറ്റവും ഈസി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കോഫി പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത് സ്റ്റീം ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കരിക്ക് പുഡിങ്ങിലാണെങ്കിൽ ഇതൊന്നും വേണ്ട, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ പുഡിങ്ങിൽ ഒരുപാട് മധുരം ചേർക്കരുത്. കരിക്ക് പുഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മീഡിയം മധുരത്തിൽ കഴിക്കുന്നതാണ് അതിന്റെ ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിക്കിന്റെയും ആ കരിക്കിൻ വെള്ളത്തിന്റെയും ടേസ്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ മധുരം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും അറിയാൻ പറ്റില്ല, പഞ്ചസാരയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അപ്പോൾ നമ്മൾ കരിക്കിന്റെ ടേസ്റ്റ് മാറി പോവാത്ത രീതിയിൽ മീഡിയം മധുരത്തില് പഞ്ചസാര ചേർത്തിട്ട് പുഡിംഗ് ഉണ്ടാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ കണ്ടോളൂ. പിന്നെ ഇതിപ്പോ റൂം ടെമ്പറേച്ചറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. ഫ്രിഡ്ജിൽ വെക്കാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാ പുഡിങ്ങും നമ്മൾ കഴിക്കുമ്പോൾ ക്ലൈമറ്റ് അനുസരിച്ച് കഴിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള സമയത്താണെങ്കിൽ നിങ്ങൾ പുഡിംഗ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ത്രോട്ട് ഇൻഫെക്ഷൻ പോലെയുള്ള അതുപോലെ തൊണ്ടവേദന, ചുമ പ്രശ്നങ്ങളൊക്കെ വരും. തണുപ്പില്ലാത്ത സമയത്താണ്, നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് തന്നെ പുഡിംഗ് കഴിക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുഡിംഗ് സെറ്റ് ആവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയും ആയിട്ടുള്ള കരിക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ കരിക്ക് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ കരിക്കിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കരിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര, അതുപോലെ തന്നെ അമുലിൻ്റെ മിഠായി മേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 കപ്പ് കരിക്കിൻ വെള്ളത്തിൽ 1 കപ്പ് കരിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതുപോലെ കണ്ടോ, ഇത് നമുക്ക് ഈ കരിക്കിൻ്റെ പീസ് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ തിക്നെസ് ഉള്ള കരിക്ക് എടുക്കുക, വല്ലാതെ തിന്നായിട്ടുള്ള പാട പോലെയുള്ള കരിക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കടിക്കാൻ കിട്ടില്ല. പിന്നെ ഈ ഒരു മിഠായി മേറ്റ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് പാല്, അതുപോലെ തന്നെ ചൈന ഗ്രാസ്. ഞാനിപ്പോൾ ജലാറ്റിനല്ല ചൈന ഗ്രാസ് ആണ് യൂസ് ചെയ്യുന്നത്. കരിക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റിൽ കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ചൈന ഗ്രാസ് ചേർത്തിട്ട് ചെയ്യുമ്പോഴാണ്. ജലാറ്റിൻ ചേർത്തിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ പുഡിങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജലാറ്റിനാണ് താല്പര്യമെങ്കിൽ ജലാറ്റിൻ ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ 1.5 കപ്പ് പാല് തിളപ്പിച്ച് വെച്ചതാണിത്. ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം, ഇല്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് സെറ്റായി കിട്ടാനും എളുപ്പം ചൈന ഗ്രാസ് ആണ് കേട്ടോ. കൂടുതൽ പുഡിംഗ് സെറ്റായി കിട്ടുന്നത്, വേഗം സെറ്റായി കിട്ടുന്നത് ചൈന ഗ്രാസ് ഉപയോഗിക്കുമ്പോഴാണ്. ജലാറ്റിനാണെങ്കിൽ കുറച്ച് സമയം എടുക്കും സെറ്റായി കിട്ടാൻ. അപ്പോൾ എളുപ്പത്തിൽ സെറ്റാണെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് തന്നെ ഉപയോഗിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജലാറ്റിൻ ഉപയോഗിക്കുക. പക്ഷേ ഇതിൽ ഈ ചൈന ഗ്രാസ് മുഴുവൻ യൂസ് ചെയ്യുന്നില്ല. ഇത് 25 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, ഞാൻ 10 ഗ്രാം എടുക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന അളവുകളുണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് ചെറിയ വ്യത്യാസം വരുത്തിയാലും കുഴപ്പമൊന്നുമില്ലാത്ത അളവുകളാണ്. അപ്പോൾ നമുക്കിനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഈ പാനിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇതൊന്ന് മെൽറ്റ് ആയി വരണം. അപ്പോൾ ഇത് നമ്മൾ ജലാറ്റിൻ സോക്ക് ചെയ്ത് വെക്കുന്ന പോലെ സോക്ക് ചെയ്ത് വെക്കണം എന്നില്ല, ഡയറക്റ്റ് തന്നെ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് നമുക്ക് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കരിക്കിൻ്റെ വേറെ പുഡിംഗ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് പുഡിംഗ് ആണ് ചെയ്തത്. ഗ്ലാസ് പുഡിംഗ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഗ്ലാസ് പുഡിംഗ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ മിൽക്ക് പുഡിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിനി ലെയർ പുഡിംഗ് ചെയ്യാം. കരിക്കിൻ്റെ തന്നെ പല രീതിയിലുള്ള പുഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ ഈ മിഠായി മേറ്റ് ആഡ് ചെയ്യുന്നതുകൊണ്ട് മധുരത്തിൻ്റെ അളവ് പഞ്ചസാര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായി പോകരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് മധുരം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിക്ക് പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറിപ്പോവുക. കരിക്കിൻ വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറിയിട്ട് പഞ്ചസാരയുടെ ടേസ്റ്റ് മാത്രമേ നമുക്ക് കൂടുതലായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് മീഡിയം മധുരമാണ് ഈ ഒരു പുഡിങ്ങിന് നല്ലത്. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ,
ചൈന ഗ്രാസ് മെൽറ്റായി കഴിയുമ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരും. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് കരിക്കിൻ വെള്ളം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന ഗ്രാസ് നമ്മൾ അരിച്ചെടുക്കണം. ഇതിൽ ചെറിയ തരികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് കഴിക്കുമ്പോൾ നല്ല സ്മൂത്ത് പുഡിംഗ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചതിന് ശേഷം പുഡിംഗ് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ചൈന ഗ്രാസ് മാത്രമായിട്ട് അരിക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കരിക്കിൻ വെള്ളവും കൂടി ചേർത്തിട്ട് അരിക്കുകയാണെങ്കിൽ അരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കരിക്കിൻ വെള്ളം ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണത് എപ്പോഴും ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് കരിക്കിൻ വെള്ളം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കരിക്കിൻ വെള്ളം ചേർത്തിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ പഞ്ചസാരയും ചേർത്ത് കഴിയുമ്പോൾ പഞ്ചസാര വേഗം മെൽറ്റ് ആയിക്കോളും. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് മധുരം ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ മെൽറ്റ് ആയി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തിളപ്പിച്ച് ചൂട് മാറിയിരുന്ന പാലിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാണ്. ഇതിപ്പോൾ ചൂടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി മാത്രം ചൂടാക്കുകയാണ്. ചൂടാക്കി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചൂടാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വേഗം മിക്സ് ആയി കിട്ടും. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിൽ കുക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് ഗാർണിഷിങ്ങിൽ തേങ്ങ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇതിൽ കുക്കിംഗ് ഉള്ളൂ. ഇല്ലെങ്കിൽ കുക്കിംഗ് ഇല്ല. ഇപ്പോൾ ഈ റെഡിയാക്കി വെച്ച പാലും മിൽക്ക് മെയ്ഡും ചേർന്ന മിക്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചൈന ഗ്രാസും കരിക്കിൻ വെള്ളവും ചേർത്ത മിക്സ് ഒന്ന് അരിച്ചൊഴിക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് മധുരം ചെക്ക് ചെയ്യാം. മധുരം കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിലാണെങ്കിലും മധുരം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കരിക്കിൻ വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്ക്. ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ചേർക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നമ്മളത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടി. അപ്പോൾ മധുരം ചെക്ക് ചെയ്തിട്ട് മധുരം പാകത്തിനാണെങ്കിൽ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. കുറവാണെങ്കിൽ മാത്രം കുറച്ച് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ മധുരം അനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തണുപ്പിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ചെറിയ മധുരം കുറവുണ്ടാവും. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കരിക്കിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കണം. ഓവറായിട്ട് പഞ്ചസാര ചേർക്കരുത്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? ഇത്രയും ഈസി ആയിട്ടൊരു പുഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടി. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിട്ടെ. ഇപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ്സുകളിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഗ്ലാസ്സുകളിൽ സെറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഗസ്റ്റിന് സെർവ് ചെയ്യാനാകുമ്പോൾ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യേണ്ട ഒരു ഗ്ലാസ്സോട് കൂടി സെർവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കാം. ഇതിന് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്യാം, ക്ലിങ് ഫിലിം വെച്ചിട്ട് കവർ ചെയ്യാം. അതിപ്പോൾ നമുക്ക് ഏത് രീതിയിലാണോ ഇത് കവർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും ഗ്ലാസും കവർ ചെയ്ത് വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകൾ ഭാഗത്ത് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. ഇത് ചൈന ഗ്രാസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ സമയം വരെ. എടുക്കുന്ന അളവ് കറക്റ്റ് ആണെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോൾ പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അനുസരിച്ച് ആ സെറ്റിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ 1.5 മണിക്കൂർ വരെ മാക്സിമം എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ജെലാറ്റിനാണ് യൂസ് ചെയ്യുന്നതെങ്കിലും മിനിമം 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ മിക്സിന് ചൂട് ഇല്ല, ചൂട് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉടനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ചൂട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറുന്നത് വരെ നമ്മൾ പുറത്ത് വെച്ചിട്ട് പിന്നീട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഗാർണിഷിങ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതിന് സെറ്റായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കരിക്ക് പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നലെ വൈകിട്ടാണ് റെഡിയാക്കിയത്. പിന്നെ രാത്രി വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെയാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് പുഡിംഗ് സെറ്റായി കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സെർവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെർവ് ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഓപ്ഷണലാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനിപ്പോൾ ചിരവിയ തേങ്ങ ചേർക്കാൻ പോവാണ്. തേങ്ങ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എത്ര ടേബിൾ സ്പൂൺ തേങ്ങ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അധികം തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ് കാണാൻ ഭംഗി ഉണ്ടാവില്ല. കുറച്ച് തേങ്ങ ആകുമ്പോൾ കുഴപ്പമില്ല. തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പഞ്ചസാര വേഗം മെൽറ്റായി കിട്ടും. അപ്പോൾ ഇതിൽ തേങ്ങ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ തേങ്ങ വളരെ ചെറുതായിട്ട് ചിരവിയെടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് ചിരവിയ തേങ്ങയാണെങ്കിൽ നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിൽ നമ്മൾ ഗാർണിഷ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഏറ്റവും ചെറുതായിട്ട് ചിരവിയെടുക്കുക. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇതിന് പകരമായിട്ട് ചെറി വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അതുപോലെ തന്നെ കാഷ്യൂനട്ടോ നമ്മുടെ കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ഉണക്ക മുന്തിരി വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ചോയ്സാണ് ഏത് രീതിയിൽ ഗാർണിഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ടെൻഡർ കോക്കനട്ട് ഗ്ലാസ് പുഡിങ്ങിൽ ചെറിയാണ് ഗാർണിഷിങ്ങിന് യൂസ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ഒരു കളറ് ഒരു ബ്രൗൺ ഷെയ്ഡായി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത്. ചെറിയാണെങ്കിലും വൈറ്റിൽ കാണാൻ നല്ല ഭംഗി തന്നെയാണ് റെഡ് വരുമ്പോൾ. പിന്നെ 2 കരിക്ക് പുഡിങ് ഒരേപോലെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ, നമുക്ക് തന്നെ ഒരു സുഖം തോന്നില്ല. അപ്പോൾ ഇതൊന്ന് വ്യത്യസ്തമായിട്ട് ഈ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ തേങ്ങ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പോവാണ്. അധികം പഞ്ചസാരയും വേണ്ട, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര മതി. പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡായി പോകരുത്. പിന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് നമ്മൾ എസൻസുകളൊന്നും ചേർക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്കിൻ്റെ ടേസ്റ്റ് എടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എസൻസുകൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കരിക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല, എസൻസിൻ്റെ ടേസ്റ്റ് ആയിരിക്കും വരിക. അതുകൊണ്ടാണ് നമ്മൾ എസൻസുകളൊന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള കരിക്കിൻ്റെ ടേസ്റ്റ് തന്നെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ തേങ്ങയുടെ കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ വേഗം തന്നെ ഫ്ലെയിം കുറയ്ക്കണം, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. തേങ്ങയുടെ കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഞാനിനി ഫ്ലെയിം കുറയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങ ലൈറ്റായിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിഞ്ഞു. പഞ്ചസാര ചേർത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ കളർ വേഗം വേഗം ചേഞ്ച് ആയി വരും. അപ്പോൾ ഇത്രയും മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിത് പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഈ പുഡിങ്ങിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിടാം. അധികം ആവരുത്, അധികമായിട്ടുണ്ടെങ്കിൽ പുഡിങ് കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആ ചൂടോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുഡിങ് നല്ല തണുപ്പാണ്. അപ്പോൾ ചൂടോട് കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് തേങ്ങയുടെ കളർ മാറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ചൂടോടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്കിതിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചൂട് മാറി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കരിക്ക് പുഡിങ്. വേഗം തന്നെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കരിക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത്. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഞാനിതിലിപ്പോൾ ഈ തേങ്ങയിൽ ചേർത്ത 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആദ്യം ചേർത്ത 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അത് നമ്മൾ മിഠായി മേറ്റ് ആഡ് ചെയ്തതുകൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര ചേർക്കുക. അപ്പോൾ എല്ലാവരും പുഡിങ് ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. മനസ്സിലായി. കൊപ്രയുടെ മോളിൽ